വൈകുന്നേരം ചായക്ക് പുഴുങ്ങിയ പഴം തിന്നണ്ടി ഞങ്ങളങ്ങോട്ട് ഇറങ്ങി. എങ്ങോട്ടെന്നല്ലേ, അത് നിങ്ങൾ ടൈറ്റനും തമ്മിൽ കണ്ടായി തന്നെ നമ്മൾ ആദ്യത്തെ PS4 വാങ്ങാൻ പോവാണ്. മീൻസ് ലൈഫിൽ ആദ്യത്തെ കൺസോൾ. മൂപ്പര് രാവിലെ എന്നെ വിളിച്ചാനുണ്ട്, സാധനം കൊയിലാണ്ടിയിൽ എത്തിയാണ്. കൊയിലാണ്ടിയിൽ നിന്ന് നേരെ വെസ്റ്റിലേക്ക്. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ചാടി ഇറങ്ങിയില്ലേ, ചായ അടിച്ച് നേരെ വെസ്റ്റിലേക്ക്. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്കുള്ളതൊക്കെ എടുത്തിട്ടിരിക്കണ്. നിങ്ങൾ വെറുപ്പിക്കണ ചെറിയ വെറുപ്പിക്കലൊക്കെ സഹിച്ചുകൂടി. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ നിങ്ങൾ. അപ്പോൾ സാധനം വാങ്ങാൻ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എൻ്റെ ചങ്ങേൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്ക് വാങ്ങിയത്. അവിടെ പോയിട്ട് ഇട്ടോക്കണമല്ലോ, അഥവാ വർക്ക് ആയില്ലെങ്കിലോ. അങ്ങനെ വലിയ CD വാങ്ങിയാണ് ഞങ്ങൾ നേരെ വിട്ട് വെസ്റ്റേജിലേക്ക്. സംഭവം എന്താ വെച്ചാൽ ഓരോ വീട് മാഹിയിലാണ്. ഇല്ല, അവിടെ എത്താൻ കഴിയൂല ഇറങ്ങിയപ്പോൾ ഒരു നേരം എന്ത് ചെയ്തു, കൊയിലാണ്ടിക്ക് സാധനം അയച്ചു ഓരോ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന്. ആ ഫ്രണ്ടാണെങ്കിൽ ഓരോ ഭാര്യ വീട്ടിലേക്ക് അയച്ചു. ഓരോ ഭാര്യ വീടാണ് ഈ മറ്റേ വെസ്റ്റേജിൽ. അങ്ങനെ വീട്ടിലെത്തി ഞാൻ ടെസ്റ്റിങ് അവിടെ തുടങ്ങി. 1.5 മണിക്കൂർ നിർത്താണ്ട് ഗെയിം കൊണ്ട് കളിച്ച്. അതിലാണ് ഞാനൊരു പൊട്ടത്തരം ചെയ്ത്. ഞാൻ ആ PS4 എന്ത് ചെയ്തു, സോഫയെ കൊണ്ടുവച്ച്. അതിൽ അടിഭാഗം നല്ല ചൂടായി. അല്ല, വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ടെസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ സോഫയിൽ കൊണ്ടുപോയൊക്കെ എടുത്ത്. വീട്ടിലെത്തിയപ്പോൾ മൂപ്പര് അവിടെ ഇല്ല. മൂപ്പര് അച്ഛനും അച്ഛനും വേറെ ഒന്നും അവിടെ ഇല്ല. ഞാൻ ഓരോ വീട്ടിലത്തെ TVൻ്റെ HDMI കേബിളൊക്കെ ഊരിട്ടപ്പോഴേ മൂപ്പര് ഒരുമാതിരി നോട്ടന്നെ. അങ്ങനെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനം ഇഷ്ടപ്പെട്ടു. പക്ഷേ സാധനത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതിൻ്റെ ജോയിസ്റ്റിക്കിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. സ്റ്റിക്ക് ഡ്രിഫ്റ്റിംഗ് എന്നാണ് അതിന് പറയുക. അത് കുറേ കൺട്രോളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു തേയ്മാനം പോലെ വരുന്നതാണ്. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ആളെ വിളിച്ച് വെറുപ്പിച്ചത്. മൂപ്പിനോട് അതൊക്കെ പറഞ്ഞപ്പോൾ അത് സാധാരണയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വിളിച്ച് വെറുപ്പിച്ച് അവസാനം ഒരു 500 റുപ്യ അതിന്നും കുറച്ച്. ടോട്ടലായത് 11,500 പ്രോ നെഗോഷിയേറ്റർ. അങ്ങനെ മൂപ്പരെ വീട്ടിലത്തെ TVത്തെ HDMI കേബിളും വയറും കാര്യങ്ങളൊക്കെ തിരിച്ചു കുത്തി ഞങ്ങൾ PS4 എടുത്ത് വീട്ടിലേക്ക് വിട്ട്. ഇനി ഞാൻ PS4ൻ്റെ കണ്ടീഷൻ ഒന്ന് കാണിച്ചു തരാം. എടുത്തപ്പോൾ PS4ൻ്റെ കണ്ടീഷൻ ഒരു വൃത്തിയായിട്ട കണ്ടീഷൻ തന്നെ ആയിരുന്നു. പക്ഷെ അറിയാലോ, നമ്മൾ പ്രോ ആണ് എല്ലാത്തിനും. ഞാൻ ബ്രഷും ടവലും പിന്നെ കോൾഗേറ്റ് കുത്തി കളിക്കൊക്കെ എടുത്ത് വന്നില്ലേ. പക്ഷെ അത് തുടയ്ക്കാൻ നിന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അതിൻ്റെ വാർലി സ്റ്റിക്കറുള്ള സ്ക്രൂ തന്നെ കാണാനില്ല. ഉള്ളിൽ എന്തൊക്കെ അവസ്ഥ പഠിച്ചാലും അറിയാം. പിന്നെ ജോയിസ്റ്റിക്കുമ്പിൽ ഒരു പൊട്ടല്ല, ഒരു ഗ്യാപ്പ് പോലെ ഉണ്ടായിരുന്നു. ഞാൻ കോമ്പസ് എടുത്ത് കുത്തി റെഡിയാക്കി. പിന്നെ അങ്ങോട്ട് ഞാൻ എൻ്റെ കഴിവ് തെളിയിക്കാൻ തുടങ്ങിയില്ലേ. ഞാനൊന്നും നോക്കിയില്ല, ആൾമാരെന്ന ഫോഗിൻ്റെ കുപ്പിയാണ്ട് ഇറക്കി. നമ്മൾ പ്രൊഫഷണൽ അല്ലേ. കുത്തിരിക്കാൻ കസാര എടുക്കാൻ പോയപ്പോഴാ അരുവ മെഷീൻ്റെ മുകളിൽ. പിന്നെ അങ്ങോട്ട് പെയിൻ്റ് അടിക്കാൻ ബ്രഷ് കൊടുത്താണ്ട് ഇട്ട് കുത്തി ഇളക്കന്നെ. ആ പൊടി അങ്ങോട്ട് പറക്കണ നോക്ക്. ഞാൻ എൻ്റെ പ്രൊഫഷണൽ വർക്ക് ഓവർ കാണിച്ച് വെറുപ്പിക്കണില്ല. ഞാൻ ഡയറക്റ്റ് ഔട്ട്പുട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാം, അത്രയും കഷ്ടപ്പെട്ടതിൻ്റെ. പിന്നെ കൺട്രോളറിൻ്റെ അവസ്ഥ, കൺട്രോളറിൽ ഇഷ്ടം പോലെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പൊട്ട് വരത്ത സാധനമുണ്ട്. കണ്ടീഷൻ പോരാ. ഏതായാലും എൻ്റെ എഡിറ്റിങ് കഴിവ്. ഇനി ഏതായാലും ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇത് PS4 സ്ലിമ്മാണ്, 500 GB വേരിയൻ്റാണ്. ഇതിൻ്റെ ഒപ്പം ജോയിസ്റ്റിക്കും പിന്നെ ഒരു ഗെയിമാണ് വന്ന്. ബാക്കി ഫുൾ എൻ്റെ ചങ്ങായി തന്നാണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വൃത്തി കണ്ടീഷനാണ്. പക്ഷെ നേരത്തെ ഞാൻ കാണിച്ചല്ലോ, ഒരു സ്ക്രൂ കാണാനില്ല. പിന്നെ DNSൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, അത് നമ്മൾ റെഡിയാക്കി. ഒക്കെ നമ്മളെ ChatGPT ഉണ്ടല്ലോ, വൈഫൈ. അപ്പോൾ ഗെയിമിംഗ് ഒക്കെ സ്മൂത്താണ്. ഞാൻ കുറച്ച് ഗെയിം കളിച്ച് കാണിച്ചു തരാം. ഇത് നമ്മൾ ആസ്പാൾട്ട് ഏതോ യുണൈറ്റോ അങ്ങനെ എന്തോ ആണ്. ഇത് നമ്മളെ PS സ്റ്റോറിൽ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട്. പിന്നെ ഗെയിംസിന് ഇമ്പാക്റ്റൊക്കെ ഫ്രീ തന്നെയാണ്. കുറേ ഉണ്ട്, ഫോർട്ട്നൈറ്റ് അങ്ങനെ ഇഷ്ടം പോലെ ഗെയിം ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഡിസ്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. GTA 5 നല്ല പൈസ കൊടുക്കണം. ഉള്ളതൊക്കെ നല്ല സ്മൂത്ത് തന്നെ കളിക്കാൻ. ഇതാണ് GTA 5 ഗെയിം പ്ലേ. ഉണ്ട്, നല്ല സ്മൂത്ത് തന്നെയാണ്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉണ്ട്. പിന്നെ എൻ്റേത് 45 ഇഞ്ചിന് TVയും 1080p ആണ്. അതുകൊണ്ട് ചെറുതായിട്ട് പിക്സലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാം. ചെറിയ TV ഒക്കെ ആണെങ്കിൽ 1080 അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ 45 ഇഞ്ചൊക്കെ ആണെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കുറയും. പിന്നെ ഇത് ജസ്റ്റ് കോസ് ആണ് തോന്നുന്നത്, ജസ്റ്റ് കോസ് 2 ആണത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ബൂട്ടിങ് ടൈം ഒന്ന് കാണിച്ചു തരാം. ഇത് ബൂട്ട് ഏകദേശം 31-32 സെക്കൻഡാണ് എടുത്തത്. അത് ഏകദേശം നോർമലാണ്, കാരണം ഇതിൽ HDD ആണ് വരുന്നത്. ഇനി വേണമെങ്കിൽ SSDയിലോട്ട്
എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യുക. 8 GB വരെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യുക സ്റ്റോറേജ്. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് PS4 എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെക്ക് ചെയ്യണോ, അല്ലെങ്കിൽ എടുക്കണതിൻ്റെ മുന്നേ എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ള വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം തന്നെ വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ചോദിക്കാനെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.